ചേച്ചി, ഇത്ര വലിയ പൂരം ഇത്. ഇത്രയും ആനകളും മേളവും. ഈ പൂരം പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നോ? ആരാ ഈ പൂരം തുടങ്ങിയേ? അല്ല മോളെ, പണ്ട് ഈ തൃശ്ശൂർ പൂരം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിനൊരു വലിയ കഥയുണ്ട്. ശക്തൻ തമ്പുരാന്റെ കഥ. വർഷം 1796. അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം ആറാട്ടുപുഴ പൂരമായിരുന്നു. തൃശ്ശൂരിലെ പാറമേക്കാവ്, തിരുവമ്പാടി തുടങ്ങിയ 10ഓളം ക്ഷേത്രങ്ങളിൽ നിന്നുള്ളവരവിടെ പോകുമായിരുന്നു. എന്നാൽ ആ വർഷം കനത്ത മഴ കാരണം അവരവിടെ എത്താൻ വൈകി വന്നതുകൊണ്ട് അവർക്ക് പൂരത്തിൽ പങ്കെടുക്കുവാൻ അനുവാദവും കിട്ടിയില്ല. അപമാനിതരായ അവര് നേരെ കൊച്ചി മഹാരാജാവായ ശക്തൻ തമ്പുരാന്റെ അടുത്തേക്ക് പോയി. മഴ കാരണം വൈകുന്നതിന് ഭഗവാന്റെ മുന്നിൽ വിലക്കോ. ഇനി നിങ്ങൾ ആരും മാറാട്ടുപുഴയ്ക്ക് പോകണ്ട. നമ്മുടെ വടക്കുന്നാഥന്റെ സന്നിധിയിൽ ഈ തൃശൂർ നഗരത്തിൽ നമ്മളൊരു പൂരം നടത്തും. കേരളം കണ്ടത് വെച്ച് ഏറ്റവും വലിയ പൂരം. പാറമേക്കാവും തിരുവമ്പാടിയും ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഇനി വടക്കുന്നാഥനെ വണങ്ങാൻ ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെ ശക്തൻ തമ്പുരാൻ 10 ക്ഷേത്രങ്ങളെ പാറമേക്കാവ്, തിരുവമ്പാടി എന്നിങ്ങനെ 2 വിഭാഗങ്ങളാക്കി തിരിച്ചു. വടക്കുന്നാഥനെ സാക്ഷിയാക്കി അദ്ദേഹം അന്ന് തുടങ്ങി വെച്ച ഈ മഹാമഹമാണ് നമ്മളെല്ലാവരും കാണുന്ന തൃശ്ശൂർ പൂരം. മനസ്സിലായോ? നമ്മുടെ പൂരത്തെ ഹൃദയം കൊണ്ട് ആഘോഷിക്കുന്ന നിങ്ങളെ കാണുമ്പോ അതിയായ സന്തോഷമുണ്ട്. ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ. പൂരം ഇനിയും തലമുറകൾ താണ്ടും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പൂരദിനാശംസകൾ.